പ്രാണനായി. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. എടി, എനിക്കെന്താ ശരിക്കും പ്രശ്നം? കുറെ ടെസ്റ്റൊക്കെ ചെയ്തല്ലോ. രാത്രി ഇപ്പിട്ട് തൻ്റെ കയ്യിൽ നോക്കി തൻ്റെ അടുത്തിരിക്കുന്ന മിത്രയെ നോക്കി ചോദിച്ചു. ഒന്നുമില്ലടി, പ്രൈവറ്റ് ഹോസ്പിറ്റലല്ലേ, ക്യാഷ് കുറച്ച് കൂടുതൽ കിട്ടാൻ അവർ ചെയ്യുന്നതാ. മിത്ര രാത് പറഞ്ഞത് കേട്ട് അവൾ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അയ്യേ, ഇതിനൊക്കെ രാജേച്ചി ഇങ്ങനെ പേടിച്ചാലോ? ഇത് കടിച്ചത് എന്തെങ്കിലും വയറ്റിൽ പിടിക്കാതിരാകും. രാധ കിടക്കുന്ന ബെഡിന്റെ അരികിലിരുന്ന് ഡാനി കൂടെ പറഞ്ഞു. അവരൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ രാധന് തെല്ലൊരു ആശ്വാസം തോന്നി. ആ നിമിഷം തന്നെയാണ് ധ്യാനും രവിയും അങ്ങോട്ട് വന്നത്. അവിടെയുള്ളവരെ ഒന്നും ശ്രദ്ധിക്കാതെ ധ്യാൻ വേഗത്തിൽ രാധന്റെ അരികിൽ വന്നിരുന്ന് അവളെ ചേർത്ത് പിടിച്ച് മുഖമാകെ ചുംബനങ്ങൾ കൊണ്ട് മൂടാൻ തുടങ്ങിയതും രവി അവരെ ഒറ്റയ്ക്ക് വിട്ടു. ധ്യാനിന്റെ പ്രവൃത്തിയിൽ അന്തം വിട്ട് നിൽക്കുന്ന മിത്രയെയും കുഞ്ഞുണ്ണിയും ഡാനിയും കൂട്ടി പിടിയിലേക്ക് നടന്നു. എന്താ മാഷേത്, എന്നെ വിട്! തന്നെ വരിഞ്ഞു മുറുക്കി ചുംബിക്കുന്ന ധ്യാനം തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് രാധു പറഞ്ഞു. വിട് മനുഷ്യ, നിങ്ങൾക്ക് എന്താ പറ്റിയത്? ധ്യാനെ തള്ളിമാറ്റി രാധുവിനെ സംശയത്തിൽ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഹെടി രാധു, ഐ ലവ് യു ഡി പെണ്ണെ. ധ്യാൻ സന്തോഷത്തോടെ പറഞ്ഞ് വീണ്ടും അവളുടെ കവിളിൽ ചുംബിച്ചതും രാധു സംശയത്തോടെ അവനെ നോക്കി. രാധുസേ, നിന്റെ വയറ്റില് നമ്മുടെ കുഞ്ഞുണ്ടടി. ധ്യാൻ സന്തോഷത്തോടെ അവളുടെ വയറിൽ കൈ ചേർത്തുകൊണ്ട് പറഞ്ഞത് കേട്ട് രാധു ഞെട്ടി കണ്ണും പിടിച്ച് ധ്യാനെ നോക്കി. സത്യാണ്, അതിന്റെ ലക്ഷണമായിരുന്നു വേണ്ട നിനക്ക്. ഇതുപോലെ ടീസ്റ്റ് അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് ധ്യാനിന് തോന്നി. ധ്യാൻ പറഞ്ഞത് കേട്ട് സന്തോഷം കൊണ്ട് രാധുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. ഡേറ്റ് തെറ്റിയിട്ട് ആഴ്ചകളായെങ്കിലും ഇത് സ്ഥിരമായത് കൊണ്ട് രാധു അത് കാര്യമാക്കി എടുത്തിരുന്നില്ല. വിറക്കുന്ന കൈകളോട് അവൾ തന്റെ വയറിൽ തലോട് ധ്യാനം നോക്കി. മാഷേ, എനിക്ക്... രാധ ധ്യാനം നോക്കി എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചെങ്കിലും സന്തോഷം കാരണം അവൾക്ക് വാക്കുകളൊന്നും കിട്ടുന്നില്ല. രാധുവിന്റെ അവസ്ഥ മനസ്സിലാക്കിയ ധ്യാൻ അവളെ ചേർത്ത് പിടിച്ചതും രാധവിന് നെഞ്ചോട് പറ്റി ചേർന്നിരുന്നതും ധ്യാൻ സ്നേഹത്തോടെ അവളുടെ നെറുകയിൽ ചുംബിച്ചു. ചേട്ടായി, ധ്യാൻ ചേട്ടായിക്ക് പെട്ടെന്ന് ഇപ്പം എന്താ പറ്റിയത്? ഇനി രാധുവച്ചിക്ക് വല്ല മാറാരോഗമാണെന്ന് വല്ലതും പറഞ്ഞോ ഡോക്ടർ? വെളിയിലേക്ക് വന്നതും കുഞ്ഞൂട്ടൻ സംശയത്തോടെ ലബിയെ നോക്കി ചോദിച്ചു. മിണ്ടാതിരി കിടച്ചേക്കാം, നല്ലതൊന്നും നിന്റെ വായിൽ വരത്തില്ലേ? കുഞ്ഞൂട്ടന്റെ ചോദ്യം കേട്ട് ഡെബി എന്തെങ്കിലും പറയും മുമ്പായി മിത്ര അവനെ നോക്കി കണ്ണു കൂർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഇച്ചായ, ശരിക്കും എന്താ ഡോക്ടർ പറഞ്ഞത്? ധ്യാനേട്ടൻ എന്താ സന്തോഷം? അത് പിന്നെ ദേവ, അവരൊരു അച്ഛനും അമ്മയാകാൻ പോവുകയാണ്. രാധ പ്രഗ്നന്റ് ആണ്, അതിന് ഏനക്കേടായിരുന്നവൾക്ക്. ഡേവിഡ് പറഞ്ഞത് കേട്ട് 3 പേരുടെയും മുഖം പെടുന്നു. ശരിക്കും രാധ പ്രഗ്നന്റ് ആണോ? വിശ്വാസം വരാത്ത പോലെ സന്തോഷത്തോടെ കണ്ണു വിടർത്തി മിത്ര ഡേവിയോട് ചോദിച്ചു. ചിരിയോടെ രവി മൂളിയതും മിത്രയുടെ മുഖം വിടർന്നു. ഞൊടിയിടയിൽ തനിക്ക് അതിനുള്ള ഭാഗ്യമില്ലെന്ന് ഓർത്തതും മിത്രയുടെ മുഖം മങ്ങിയതും അവളുടെ ഭാവമാറ്റം മനസ്സിലാക്കിയ ഡേവിഡ് അവളെ തന്നോട് ചേർത്ത് പിടിച്ച് ഒന്നുമില്ലെന്ന രീതിയിൽ കണ്ണുചിമ്മി കാണിച്ചു. രാധവിന് ട്രിപ്പിട്ട് കഴിഞ്ഞതും വേഗം തന്നെ ബില്ലടച്ച് അവർ അവിടെ നിന്ന് ഇറങ്ങി. തൽക്കാലം ഒമിറ്റ് നിൽക്കാനുള്ള മരുന്ന് ഡോക്ടർ എഴുതി കൊടുത്തത് കൊണ്ട് തന്നെ ഛർദിയൊന്നും ഉണ്ടായിരുന്നില്ല. അതെ, ഇനി കണ്ട ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റത്തില്ല. രാധുവിന്റെ കൈ പിടിച്ച് ശ്രദ്ധയോടെ കാറിന്റെ അടുത്തേക്ക് നടക്കുന്നതിനിടയിൽ ഞാൻ രാധുവിനോടായി പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല, ഈ ടൈമിൽ ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കഴിക്കാം. ധ്യാൻ പറഞ്ഞത് കേട്ട് ഇഷ്ടപ്പെടാതെ രാധു പറഞ്ഞു. ഡോക്ടർ പറഞ്ഞ നീയും കേട്ടതല്ലേ, ഇനി കുറച്ച് മാസത്തേക്ക് ഫാസ്റ്റ് ഫുഡെല്ലാം ഒഴിവാക്കി പോഷകാഹാരങ്ങൾ മാത്രമേ കഴിക്കാവൂ, നന്നായി ശ്രദ്ധിക്കണം. ധ്യാൻ പറഞ്ഞത് കേട്ടതും രാധു മനസ്സില്ല മനസ്സോടൊന്നും മൂടി അവന്റെ കൂടെ നടന്നു. എടാ ഡെവി, വണ്ടി ഞാൻ ഓടിച്ചോളാം. കാറിന്റെ അരികിലെത്തിയതും ധ്യാൻ തന്നെ കൂടെ വരുന്ന ഡെവിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. വേണ്ടടാ, ഞാൻ ഓടിച്ചോളാം. ഏയ് വേണ്ട, വണ്ടി യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാൻ ഡോക്ടർ പ്രത്യേകം പറഞ്ഞതാ, അതുകൊണ്ട് ഞാൻ ഓടിച്ചോളാം. ഇവളുടെ വയറിൻ്റെ ഉള്ളിൽ നിന്ന് എൻ്റെ കുഞ്ഞ് പുറത്തും വരും വരെ എനിക്കിനി സമാധാനമില്ലടാ. ധ്യാൻ പറഞ്ഞത് കേട്ട് ഡെവി ചിരിയോടെ കയ്യിലിളക്കി ധ്യാനെ ഏൽപ്പിച്ചു. അല്ല, 2 ദിവസം കഴിഞ്ഞിട്ടേ വരുമെന്ന് പറഞ്ഞിട്ട് എന്താ ഇത്ര പെട്ടെന്ന്? ധ്യാന്റെ കാർ കുരിശുമുറ്റം വീടിന് മുന്നിൽ വന്നു നിന്നതും അതിൽ നിന്നും ഇറങ്ങുന്നവരെ കണ്ട് അതിശയത്തോട് ഐസക്ക് ചോദിച്ചു. വരുന്ന കാര്യം അപ്പച്ചന് സർപ്രൈസ് ആയിക്കോട്ടെന്ന് കരുതി അവർ പറഞ്ഞിട്ടില്ലായിരുന്നു. ധ്യാൻ ചേട്ടായിക്ക് രാധ ചേച്ചിക്ക് പ്രമോഷൻ കിട്ടിയതിന്റെ ഭാഗമായിട്ടേ ട്രിപ്പ് പകുതിക്ക് വെച്ച് ക്യാൻസലാക്കി ഞങ്ങളിങ്ങ് പോന്നു. കാറിൽ നിന്നിറങ്ങി ഐസക്കിന്റെ ചോദ്യത്തിന് മറുപടി എന്നവണ്ണം കുഞ്ഞൂട്ടൻ പറഞ്ഞു. പ്രമോഷനോ? എന്നതാടാ ഇവൻ ഈ പറയുന്നത്? ഐസക്ക് ധ്യാനെ സംശയത്തിൽ നോക്കിക്കൊണ്ട് ചോദിച്ചു. അത് പിന്നെ അപ്പച്ച, രാധു ഗർഭിണിയാണ്. ഐസക്കിന്റെ ചോദ്യം കേട്ടതും ചെറു ചിരിയോടെ ധ്യാൻ പറഞ്ഞു. നേരാണോടാ? ഐസക്ക് വിശ്വാസം വരാതെ ചോദിച്ചതും ധ്യാൻ അതെന്ന രീതിയിൽ തലയാട്ടി. ഏതായാലും നന്നായി,
അകത്തേക്ക് കയറി വാ. ഇല്ലപ്പച്ച, ഞങ്ങൾ പോട്ടെ. യാത്രാക്ഷീണം ഉള്ളതല്ലേ, റെസ്റ്റ് എടുത്ത് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകാം. അതെ, അതാ നല്ലത്. ഐസക്ക് പറഞ്ഞു കേട്ട് മറ്റുള്ളവർ കൂടി അതിനെ ശരിവെച്ചിട്ടും ധ്യാൻ ആദ്യമൊന്നും മടിച്ചെങ്കിലും വീട്ടിലെത്തിയാൽ തൂത്തു തുളിച്ച് ഭക്ഷണം ഉണ്ടാക്കി വരുമ്പോഴേക്കും സമയം ഒത്തിരിയാകുമെന്ന് തോന്നിയതും ധ്യാൻ അവരുടെ ക്ഷണം നിരസിച്ചില്ല. എല്ലാവരും ഫ്രഷായി വരുന്നതിന് മുമ്പായി ഐസക്ക് മാർക്കറ്റിൽ പോയി ഇറച്ചിയും ചിക്കനും ഒക്കെ വാങ്ങിക്കൊണ്ട് വന്നതും എല്ലാവരും അത് ഉണ്ടാക്കാൻ വേണ്ടി കയറിയതും മിത്ര യാത്രാക്ഷീണം കാരണം കിടക്കുന്ന രാധവിന്റെ അരികിലേക്ക് അവൾക്ക് കൂടിക്കാനുള്ളതും കൊണ്ട് നടന്നു. എടി രാധമ്മേ, എണീറ്റേ, ദേ ഇത് കുടിച്ചേ. എന്താണിത്, ജ്യൂസാണോ? മിത്രയുടെ കയ്യിലെ ഗ്ലാസ് കാണുന്ന ക്ഷീണമൊന്നും വകവെക്കാതെ ബെഡിൽ എണീറ്റിരുന്നു കൊണ്ട് ചോദിച്ചു. അതെ, നിനക്ക് വേണ്ടി സ്പെഷ്യലായി ഉണ്ടാക്കിയതാ. രാധവിന്റെ ആവേശം കണ്ട് വന്ന ചിരി അടക്കിക്കൊണ്ട് മിത്ര പറഞ്ഞതും രാധു വേഗം അത് വാങ്ങി കുടിച്ചതും ഒരു കവിളിറക്കി രാധു മിത്രയെ കൂർപ്പിച്ച് നോക്കി. കഞ്ഞിവെള്ളം തന്നു പാറ്റിക്കുന്നോടി. രാധു മിത്രയെ നോക്കി ചുണ്ടു ചുളുക്കിക്കൊണ്ട് ചോദിച്ചതും മിത്ര അവളെ നോക്കി പല്ലടിച്ച് കാണിച്ചു. ക്ഷീണത്തിന് നല്ലതാ, കുടിച്ചോ. മിത്ര പറഞ്ഞത് കേട്ടതും രാധ അവളെ നിരുത്തി നോക്കി ഗ്ലാസ്സിലുള്ളത് വലിച്ചു കുടിക്കാൻ തുടങ്ങി. എനിക്ക് വയ്യടി, വല്ലാതെ ക്ഷീണം, തലയിലൊക്കെ എന്തൊക്കെയോ പോലെ. ഒഴിഞ്ഞ ഗ്ലാസ് മിത്രയെ ഏൽപ്പിച്ച് രാധു ബെഡിലേക്ക് കിടന്ന അവശതയോടെ പറഞ്ഞു. കഞ്ഞിവെള്ളം ക്ഷീണത്തിന് നല്ലതാ, കുറച്ചെങ്കിലും ആശ്വാസം കിട്ടും. കിട്ടിയാൽ മതിയായിരുന്നു. രാധ കുരിശിൽ തറച്ച പോലെ ബെഡിൽ കൈകാലുകൾ നീട്ടി വെച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ എന്തൊക്കെയായിരുന്നു ഇപ്പൊ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? രാധവിന്റെ കിടപ്പും കോലവും കണ്ട് മിത്ര കളിയായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ചിരിക്കടി, നീ ചിരിക്ക്, എനിക്കും വരും ഒരവസരം. രാധ മിത്രയെ നോക്കി കെറുവോടെ പറഞ്ഞു. ഓ, അതപ്പോഴല്ലേ. അത് പറഞ്ഞ് മിത്ര പോയതും രാധ ക്ഷീണത്തിൽ മിഴികളടിച്ച് കിടന്നു. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് രാത്രിയാണ് ധ്യാനും രാധവും അവിടുന്ന് ഇറങ്ങിയത്. അപ്പച്ചനോട് ട്രിപ്പ് പോയ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് റൂമിലേക്ക് വന്ന മിത്ര കാണുന്നത് ബെഡിൽ ഫോണും നോക്കി കിടക്കുന്ന ഡെവിയാണ്. അവനെ നോക്കി മിത്ര ഡോർ ലോക്ക് ചെയ്ത് മുടി പോക്കി കെട്ടിവെച്ച് ഡെവിക്കരിയിലേക്ക് വന്ന് കിടന്നു. ഈ ചായ. ഡെവിയുടെ നെഞ്ചോട് ചേർന്ന് കിടന്ന് അവനെ മുഖമൊഴിച്ച് നോക്കിക്കൊണ്ട് മിത്ര വിളിച്ചു. ഫോണ് മാറ്റി വെച്ച് മിത്രയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഡേവിഡ് മൂളി. ഇച്ചായ, അത് പിന്നെ അപ്പച്ചനും പറഞ്ഞു ഇനി നമുക്ക് കൂടെ ഒരു കുഞ്ഞ് വേണമെന്ന്. അപ്പൻ അങ്ങനെയൊക്കെ പറയും, നീ അത് കാര്യമാക്കേണ്ട വെച്ചേ. കാര്യമാക്കും, നമുക്ക് വേണം ചായ ഒരു കുഞ്ഞ്. അതൊക്കെ സമയമാകുമ്പോൾ കർത്താവ് തരും കൊച്ചേ. ഇനി ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കർത്താവിൻ്റെ പേരും പറഞ്ഞു ഒഴിഞ്ഞു. ഡെവി പറഞ്ഞത് കേട്ട് ചുണ്ടു കൂട്ടിക്കൊണ്ട് മിത്ര പറഞ്ഞു. താൻ ബാധി ദൈവം ബാധി എന്നല്ലേ കൊച്ചേ. അപ്പോഴേക്ക് എൻ്റെ കൊച്ചു പഠിച്ചൊരു ജോലിയൊക്കെ വാങ്ങാൻ നോക്ക്. മിത്രയുടെ മൂക്കിൻ തുമ്പിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ഡേവിഡ് പറഞ്ഞു. നിങ്ങളോട് പറയാമെന്ന് എന്നെ പറഞ്ഞാൽ മതി. എൻ്റെ ഇച്ഛായ അതൊക്കെ. എൻ്റെ ദേവ, യാത്രാക്ഷീണം കാരണം എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. നീ കിടന്ന് ഉറങ്ങാൻ നോക്ക്, നമുക്ക് പിന്നെ സംസാരിക്കാം. ഡെവി മിത്രയെ ബാക്കി പറയാൻ സമ്മതിക്കാതെ അവളെ പിടിച്ചു കിടത്തി പൊതിഞ്ഞു കിടിച്ച് കിടന്നുകൊണ്ട് പറഞ്ഞതും മിത്ര പിന്നെ ഒന്നും പറയാതെ അവനെ നെഞ്ചിലായി പതുങ്ങി കിടന്നു. ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. അതിൻ്റെ ഇടയിൽ ധ്യാനും രാധവും കൂടി പോയി നല്ലൊരു ഡോക്ടറെ കണ്ടിരുന്നു. രാധവിനും അവളുടെ വയറ്റിലുള്ള കുഞ്ഞിനും യാതൊരു കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറഞ്ഞതിലാണ് ധ്യാൻ ആശ്വാസമായത്. ഇടയ്ക്കുള്ള ഛർദി ക്ഷീണം ഒഴിച്ചാൽ രാധവിന് വേറെ പ്രശ്നമോ ബുദ്ധിമുട്ടോ ഇല്ല. തങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകാത്ത ചെറിയ വിഷമം ഒഴിച്ചാൽ കുരിശുമ്പിൻ്റെ വീട്ടിൽ മിത്രയും ഹാപ്പിയാണ്. മാഷേ, മാഷേ, എന്താ രാധു? രാധവിന്റെ തട്ടവിളി കേട്ട് ഉറക്കം നഷ്ടപ്പെട്ട ആലാസത്തിൽ കണ്ണു തുറന്ന് ധ്യാൻ തൻ്റെ അരികിൽ കിടക്കുന്ന രാധവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അത് മാഷേ, എനിക്ക്. എന്താ വയ്യേ? നിനക്ക് ഹോസ്പിറ്റലിൽ പോണോ? രാധ പറയുന്നതിന് മുമ്പായി ധ്യാൻ ആവലാതിയോടെ ബെഡിൽ എണീറ്റിരുന്നു കൊണ്ട് ചോദിച്ചു. ഓ, അതൊന്നും അല്ല, എനിക്ക് വിശക്കുന്നു, കഴിക്കാൻ എന്തെങ്കിലും വേണം. ചുണ്ടു ചുളുക്കി വയറൊഴിഞ്ഞ് പറയുന്നവൾ ധ്യാൻ കണ്ണു വിളിച്ചു നോക്കി. ഇത്ര പെട്ടെന്ന് നിനക്ക് വിശക്കാൻ തുടങ്ങിയോ? സമയം രാത്രി 2 മണിയായിട്ടുള്ളൊന്ന് കണ്ടതും ധ്യാൻ അതിശയത്തിൽ രാധവരെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ആ, നല്ല വിശപ്പുണ്ട്. വിശന്നിട്ട് വയറിന് വരെ ശബ്ദം വരുന്നുണ്ട്. എനിക്കെന്തെങ്കിലും ഉണ്ടാക്കിത്താ. രാധ വിശപ്പ് സഹിക്കാൻ വയ്യാതെ ധ്യാനിന്റെ കയ്യിൽ അടിച്ചുകൊണ്ട് പറഞ്ഞു. വാ, എന്തേലും ഉണ്ടാക്കിത്തരാം. ധ്യാൻ ബെഡിൽ നിന്ന് ഇറങ്ങി രാധവിനെ എണീക്കാൻ വേണ്ടി അവൾക്ക് നേരെ കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞതും രാധ ആവേശത്തോടെ തലയാട്ടി ധ്യാനിന്റെ കയ്യിൽ പിടിച്ച് നടന്നു. ദോശമാവുണ്ട്, ദോശ മതിയോ നിനക്ക്? അടുക്കളയിലെത്തിയതും ഫ്രിഡ്ജിൽ ദോശമാവ് ഇരിപ്പുള്ളത് കണ്ട് ധ്യാൻ രാധവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. എന്തായാലും വേണ്ടില്ല, എനിക്കെൻ്റെ വിശപ്പ് മാറിയാൽ മതി മാഷേ. ഒരു ക്യാരറ്റ് എടുത്ത് കഴുകി അതും കഴിച്ചുകൊണ്ട് രാധു പറഞ്ഞ് സ്ലാബിൽ കയറിയിരുന്നതും ധ്യാൻ അവൾക്കുള്ള ദോശ ഉണ്ടാക്കി തുടങ്ങി. ഇതാ കൊച്ചേ,
ഒരു 6-7 ദോശയും ചമ്മന്തി ഉണ്ടാക്കി പ്ലേറ്റിലാക്കി ധ്യാൻ രാധവിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, താങ്ക്സ് മാഷേ, ഉമ്മ. രാധു സന്തോഷത്തോടെ ധ്യാനിന്റെ കവളിൽ പിടിച്ച് വലിച്ച് ഉമ്മ കൊടുക്കുന്നത് പോലെ ആക്ഷൻ കാണിച്ച് പറഞ്ഞുകൊണ്ട് വേഗം പ്ലേറ്റിലത് കടിക്കാൻ തുടങ്ങിയതും ധ്യാൻ അവൾ കഴിക്കുന്നത് നോക്കി അവൾക്ക് അരികിൽ നിന്നു. വേണോ? രാധൊരു ദോശ പീസ് ധ്യാൻ നേരെ നീട്ടിക്കൊണ്ട് ചോദിച്ചതും ധ്യാൻ ചിരിയോടെ വേണ്ടെന്ന് തലയാട്ടിയതും രാധ പിന്നെ ധ്യാനെ നിർബന്ധിക്കാതെ കഴിച്ചു. അയ്യോ മാഷെ, വയറ് നിറച്ചിട്ട് എനിക്ക് നടക്കാൻ വയ്യ, എന്നെ നിർത്തി റൂമിൽ കൊണ്ടുപോകുമോ? ഭക്ഷണം കഴിച്ചതും കയ്യും വായും കഴുകി ഏവൊക്കെ വിട്ട് രാധ നിറഞ്ഞ വയറ് തടവിക്കൊണ്ട് പറഞ്ഞതും ധ്യാൻ ചിരിയോടെ തന്നെ അവളെ കയ്യിൽ കോരിയെടുത്തു. എടി മടിച്ചി, ഇങ്ങനെ പോയാലേ നിന്റെ വയറ്റിൽ കിടക്കുന്നതിന്റെ കൊച്ചും മടിച്ചാവും കേട്ടോ. രാധവിനെയും എടുത്ത് റൂമിലേക്ക് പോകുന്നതിനിടയിൽ ധ്യാൻ ചിരിയോട് രാധവിന്റെ മൂക്കിൻ തുമ്പിൽ കടിച്ചുകൊണ്ട് പറഞ്ഞതും രാധ ചിരിയോട് അവന്റെ തോളിലേക്ക് തലവെച്ച് കിടന്നു.